നമസ്കാരം. നക്ഷത്രവാരബലം എന്ന ഈ പ്രത്യേക പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാ ചിന്തകൾക്കും കാരണമുണ്ട്. എല്ലായിടത്തും നക്ഷത്രങ്ങൾക്കും ഗ്രഹങ്ങൾക്കും പ്രത്യേകതകളുമുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് ഈ ആഴ്ച, അതായത് ഫെബ്രുവരി 9 മുതൽ 16 വരെയുള്ള നിങ്ങളുടെ നക്ഷത്രങ്ങളുടെ ഗതിയാണ് പറയാൻ പോകുന്നത്. മേടം രാശിക്കാർ, ഈ സമയത്ത് നിങ്ങൾക്ക് വ്യായാമമോ യോഗയോ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാം. പല ഗ്രഹങ്ങളുടെയും നക്ഷത്ര രാശികളുടെയും അനുകൂല ചലനം നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രത്യേക ശ്രദ്ധ നൽകാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കും. ഇതിനാൽ ഇത് നന്നായി തന്നെ പ്രയോജനപ്പെടുത്തുക. ചന്ദ്രചിഹ്നം അനുസരിച്ച് ശനി 10ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിലേക്ക് പണം ഒഴുകും. എന്നാൽ മുൻകാലത്തെ സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങളുടെ സൃഷ്ടിപരമായ ചിന്തിക്കാനുള്ള കഴിവിനെ തടസ്സം സൃഷ്ടിക്കും. അതുമൂലം നിങ്ങൾക്ക് ശരിയായ രീതിയിൽ പണം വിനിയോഗിക്കാൻ കഴിയുകയില്ല. നിങ്ങളുടെ പിതാവുമായോ അല്ലെങ്കിൽ ഏട്ടനുമായോ നല്ല ബന്ധം സ്ഥാപിക്കുന്നതിന് ഈ ആഴ്ച നിങ്ങൾക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും. ഈ സമയത്ത് നിങ്ങൾ അവരെ ബഹുമാനിക്കുകയും ആഭ്യന്തര സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. അവരുടെ വാക്കുകൾക്കും ഉപദേശങ്ങൾക്കും പ്രാധാന്യം നൽകേണ്ടതുമാണ്. ഈ ആഴ്ച നിങ്ങൾക്കല്പം അലസത അനുഭവപ്പെട്ടേക്കാം. എന്നാൽ ഇതൊക്കെയാണെങ്കിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാത്തിനും പ്രശംസ നേടാൻ നിങ്ങൾക്ക് സാധിക്കും. ഇക്കാരണത്താൽ നിങ്ങളുടെ ജോലിയിൽ മുന്നേറാനുള്ള നല്ലൊരു അവസരം നിങ്ങൾക്ക് ലഭിക്കും. നല്ല വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പ്രവേശനം നേടാൻ നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ഈ ആഴ്ച നിങ്ങളുടെ ശ്രമങ്ങൾ കുറച്ചുകൂടി വേഗത്തിലാക്കണം. ഇടവം രാശിക്കാർ, ഈ ആഴ്ച ആരെങ്കിലും നിങ്ങളെ വിഷമിപ്പിച്ചേക്കാം. നിങ്ങളുടെ ആരോഗ്യം നശിപ്പിക്കാം. അത്തരമൊരു സാഹചര്യത്തിൽ പഴയ കാര്യങ്ങൾ ഓർക്കുകയും സുഹൃത്തുക്കളിൽ സ്വാധീനം ചെലുത്താതെ നിങ്ങളുടെയും നിങ്ങളുടെ മനസ്സിനെയും പരമാവധി സമാധാനത്തോടെ നിലനിർത്താൻ ശ്രമിക്കുക. ചന്ദ്രചിഹ്നം അനുസരിച്ച് വ്യാഴം 1ാം ഭാവത്തിൽ വരുന്നതിനാൽ പണത്തിന്റെ വലിയൊരു ഭാഗം വളരെ കാലമായി എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ ഈ ആഴ്ച നിങ്ങൾക്ക് ഒടുവിൽ പണം ലഭിക്കും. കാരണം ഇപ്പോൾ പല ശുഭഗ്രഹങ്ങളുടെയും സ്ഥാനവും കാഴ്ചപ്പാടും നിങ്ങളുടെ രാശിചക്രത്തിലെ അനേകം ആളുകളുടെ പണനേട്ടത്തിന് സാധ്യത ഒരുക്കുന്നു. കുടുംബത്തിന്റെ കാര്യത്തിൽ ഈ ആഴ്ച സന്തോഷം നിറഞ്ഞതായിരിക്കും. നിങ്ങളുടെ വീട്ടിലെ പല അംഗങ്ങളും നിങ്ങളെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കും. അവരുടെ പരിശ്രമം കൊണ്ട് വീട്ടിലെ പരിസ്ഥിതിയുമായി പൊരുത്തപ്പെടാൻ നിങ്ങൾ ശ്രമിക്കും. വിദ്യാഭ്യാസ രംഗത്ത് രാശിക്കാർക്ക് നല്ല വിജയം ലഭിക്കും. ഈ വർഷം മുഴുവൻ നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കും. ഗ്രഹങ്ങളുടെ കൃപയാൽ നിങ്ങളുടെ മത്സര പരീക്ഷകളിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കും. ഇക്കാരണത്താൽ ഈ ആഴ്ച മുഴുവൻ നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ തുടർന്ന് ലഭിക്കുന്നതാണ്. മിഥുനം രാശിക്കാർ, ഈ ആഴ്ച നിങ്ങൾക്ക് മാനസികവും ശാരീരികവുമായ ക്ഷീണം അനുഭവപ്പെട്ടേക്കാം. അത്തരമൊരു സാഹചര്യത്തിൽ അല്പം വിശ്രമവും പോഷകാഹാരങ്ങളും കഴിക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ധനപരവും സാമ്പത്തികവുമായ നേട്ടങ്ങൾ നൽകുന്ന കാര്യത്തിൽ ഈ ആഴ്ച പതിവിലും മികച്ചതായിരിക്കും. ഈ സമയം നിരവധി അവസരങ്ങൾ ശരിയായി ഉപയോഗപ്പെടുത്തുന്നതിന് രാശിക്കാർക്ക് അവരുടെ പങ്കാളിയുടെയോ കുടുംബത്തിൽ നിന്നോ പൂർവിക സ്വത്തിൽ നിന്നോ പെട്ടെന്നുള്ള നേട്ടം ലഭിക്കും. ഗ്രഹങ്ങളുടെയും നക്ഷത്രങ്ങളുടെയും അനുകൂല സ്ഥാനം കാരണം ഈ ആഴ്ച നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനം നിലനിൽക്കും. അത്തരമൊരു സാഹചര്യത്തിൽ പണവുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവ പൂർണ്ണമായും നീക്കം ചെയ്യാം. ഈ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ മുതിർന്ന കൂടപ്പിറപ്പുകളുടെ സഹായം നേടാൻ കഴിയും. ഇത് നിങ്ങളുടെ ഏതെങ്കിലും പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടാൻ സഹായിക്കും. ചന്ദ്രചിഹ്നം അനുസരിച്ച് രാഹു 10ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ ശത്രുക്കൾക്ക് എത്ര ശ്രമിച്ചാലും നിങ്ങളെ ഉപദ്രവിക്കാൻ സാധിക്കില്ല. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഠിനാധ്വാനവും പ്രവർത്തനശേഷിയും അനുസരിച്ച് നിങ്ങളുടെ വില വർദ്ധിക്കും.
നിങ്ങൾക്ക് അനുകൂലമായ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളിലും വിജയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം ഉന്നത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല സമയമാണ്. കർക്കിടക രാശിക്കാർ, ഈ ആഴ്ച നിങ്ങൾക്ക് ശാന്തത നൽകുന്ന പ്രവർത്തികളിൽ ഏർപ്പെടേണ്ടതുണ്ട്. അത് നിങ്ങളെ ശാന്തരാക്കും. നിങ്ങളുടെ പ്രതിച്ഛായയ്ക്കും ആരോഗ്യത്തിനും ഹാനികരമായ പ്രവർത്തികളിൽ നിന്ന് വിട്ടുനിൽക്കുക. നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരാതിരിക്കാൻ ശ്രമിക്കുക. ഒഴിവു സമയങ്ങളിൽ ഇവിടെയും അവിടെയും സംസാരിക്കുന്നതിന് പകരം നല്ല പുസ്തകങ്ങൾ വായിക്കുക. ചന്ദ്രചിഹ്നം അനുസരിച്ച് ശനി 8ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച ഏത് യാത്രയും സാമ്പത്തിക നഷ്ടമുണ്ടാക്കിയേക്കാം. ഏത് യാത്രയിലും നിങ്ങളുടെ വിലപ്പെട്ട വസ്തുക്കൾ പോലും നഷ്ടപ്പെടുകയോ മോഷ്ടിക്കപ്പെടുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ജാഗ്രത പാലിക്കുക. നിങ്ങളുടെ സാധനങ്ങൾ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ആഴ്ച നിങ്ങളുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ നന്നായി പാലിക്കേണ്ടതുണ്ട്. ഏതെങ്കിലും കാരണത്താൽ നിങ്ങൾ അവരെ അവഗണിച്ചാൽ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ചിലപ്പോൾ കുടുംബാംഗങ്ങളോട് ദേഷ്യം കാണിക്കേണ്ടി വന്നേക്കാം. ബിസിനസ്സുകാർക്ക് ഒരു ചങ്ങാതിയുടെ തെറ്റായ ഉപദേശം കാരണം ചില പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നേക്കാം. അതിനാൽ എന്തെങ്കിലും തീരുമാനമെടുക്കുമ്പോൾ അവരുടെ ഉപദേശത്തെ അന്ധമായി വിശ്വസിക്കുന്നത് ഒഴിവാക്കുക. ഈ ആഴ്ചയിൽ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സമയം പതിവിലും ചിലവാക്കുന്നത് കുറവായിരിക്കും. ഈ സമയത്ത് നിങ്ങൾ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ഇതുമൂലം നിങ്ങളുടെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായേക്കാം. ചിങ്ങം രാശിക്കാർ, ശാരീരികവും മാനസികവുമായ നേട്ടങ്ങൾക്കായി ഈ ആഴ്ച പതിവായി ധ്യാനവും യോഗയും ചെയ്യുന്നത് നിങ്ങൾക്ക് ഉപയോഗപ്രദമാവും. അത്തരമൊരു സാഹചര്യത്തിൽ വീടിന് പുറത്തു പോകുക, ശുദ്ധവായു ശ്വസിക്കുക, ചില കായിക വിനോദങ്ങളിൽ ഏർപ്പെടുക എന്നത് നിങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ നല്ലതായിരിക്കും. ചന്ദ്രചിഹ്നം അനുസരിച്ച് രാഹു 8ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങൾക്ക് പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കും. ഇതിലൂടെ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെയധികം ശക്തിപ്പെടും. അതിൻ്റെ ഫലമായി നിങ്ങളുടെ വീട്ടിലെ അംഗത്തിനെ സാമ്പത്തികമായി സഹായിക്കാനും നിങ്ങൾക്ക് കഴിയും. ഈ ആഴ്ച നിങ്ങൾ കുറച്ച് കൂടുതൽ സമയം വീട്ടിലെ കുട്ടികളോടൊപ്പം ചെലവാക്കണം. ചന്ദ്രചിഹ്നം അനുസരിച്ച് ശനി 7ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങൾ പങ്കാളിത്ത ബിസിനസ് നടത്തുകയാണെങ്കിൽ നിങ്ങളുടെ പങ്കാളി വാഗ്ദാനം പാലിക്കുന്നില്ലെന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. ഇക്കാരണത്താൽ നിങ്ങളുടെ മനസ്സിൽ ചില നിരാശകൾ ഉണ്ടാകാം. അത്തരമൊരു സാഹചര്യത്തിൽ അവരോടൊപ്പം ഇരിക്കുന്നതിലൂടെ, അവരോട് സംസാരിക്കുന്നതിലൂടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നേടാൻ നിങ്ങൾക്ക് കഴിയും. ഈ ആഴ്ച വിദ്യാർത്ഥികളായ രാശിക്കാർക്ക് വിശ്രമിക്കാൻ ആഗ്രഹിക്കുമെങ്കിലും കുടുംബത്തിൽ പെട്ടെന്നൊരു അതിഥിയുടെ വരവ് നിങ്ങളുടെ പദ്ധതിയെ ബുദ്ധിമുട്ടിച്ചേക്കാം. അതിനാൽ അത്തരം കാര്യങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈ ആഴ്ച മുഴുവൻ ഇതോർത്ത് ബാധിച്ചേക്കാം. കന്നിരാശിക്കാർ, ചന്ദ്രചിഹ്നം അനുസരിച്ച് രാഹു 7ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച ആരെങ്കിലും നിങ്ങളെ വിഷമിപ്പിച്ചേക്കാം. നിങ്ങളുടെ ആരോഗ്യം നശിപ്പിച്ചേക്കാം. അത്തരമൊരു സാഹചര്യത്തിൽ പഴയ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കാതിരിക്കുക. നിങ്ങളുടെ ആരോഗ്യത്തിനെ പരമാവധി നിങ്ങൾ തന്നെ സംരക്ഷിക്കുക. ഈ ആഴ്ച മുഴുവൻ നിങ്ങളുടെ ശേഖരിച്ച മൂലധനം ചെലവാക്കുന്നത് ഒഴിവാക്കേണ്ടി വരും. ഈ ആഴ്ച നിങ്ങളുടെ ശുദ്ധിയില്ലാത്ത ജീവിതശൈലി വീട്ടിൽ ഒരു സംസാര വിഷയമായേക്കാം. ഇത് കുടുംബത്തിൽ പിരിമുറുക്കമുണ്ടാക്കാൻ കാരണമായേക്കാം. അതിനാൽ ഈ ശീലത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതും നിങ്ങളുടെ ശാരീരിക ശുചിത്വം പാലിക്കുന്നതും നല്ലതാണ്. ചന്ദ്രചിഹ്നം അനുസരിച്ച് ശനി 6ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച അവരുടെ സമ്മർദ്ദത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില നല്ല മാറ്റങ്ങൾ ഉണ്ടാകും. ഈ ആഴ്ച വിദ്യാർത്ഥികൾക്ക് അവരുടെ പഠനങ്ങളെ മാറ്റി നിർത്തി മുഴുവൻ സമയവും അവരുടെ സുഖ സൗകര്യങ്ങൾ നിറവേറ്റാൻ കഴിയും. എന്നിരുന്നാലും അതിൻ്റെ വിപരീത ഫലങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുമ്പോഴേക്കും അത് ഏറെ വൈകിയിരിക്കും. അതുകൊണ്ട് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. തുലാം രാശിക്കാർ, ചന്ദ്രചിഹ്നം അനുസരിച്ച് കേതു 11ാം ഭാവത്തിൽ വരുന്നതിനാൽ
ഈ ആഴ്ച മെച്ചപ്പെട്ട ജീവിതം നയിക്കുന്നതിന് നിങ്ങളുടെ ആരോഗ്യവും വ്യക്തിത്വവും മെച്ചപ്പെടുത്തുന്നതിനും നിങ്ങൾ പരമാവധി ശ്രമിക്കേണ്ടതുണ്ട്. ഇതും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സ്വയം ആരോഗ്യത്തോടെ ഇരിക്കാനും നിങ്ങളുടെ എല്ലാ മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് മുക്തി നേടാനും സാധിക്കും. സാമ്പത്തികമായി ഈ ആഴ്ച നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മെച്ചപ്പെടുത്തലുകൾ ഉണ്ടാക്കും. അതുമൂലം തീർപ്പ് കൽപ്പിക്കാത്ത ബില്ലുകളും വായ്പകളും എളുപ്പത്തിൽ തിരിച്ചടയ്ക്കാൻ നിങ്ങൾക്ക് കഴിയും. എന്നിരുന്നാലും ഈ സമയത്ത് നിങ്ങളുടെ പണം ആർക്കും നൽകാതിരിക്കുക. ഈ ആഴ്ച നിങ്ങളുടെ കുടുംബജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യം ലഭിക്കും. ഇതുമൂലം കുടുംബത്തിൽ ഒരു നല്ല അന്തരീക്ഷം കാണപ്പെടും. പ്രത്യേകിച്ചും നിങ്ങളുടെ പിതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് മെച്ചപ്പെടാനുള്ള സാധ്യത കാണുന്നു. തൽഫലമായി അവരോടൊപ്പം സമയം ചിലവഴിക്കാനും അവരുടെ സഹകരണം നേടാനും നിങ്ങൾക്ക് അവസരം ലഭിക്കും. ഈ ആഴ്ച ജോലി സ്ഥലത്ത് നിങ്ങൾക്ക് ദേഷ്യം തോന്നിയേക്കാം. അക്കാരണത്താൽ നിങ്ങളുടെ മറ്റ് സഹപ്രവർത്തകരുമായി വഴക്കും തർക്കവും ഉണ്ടായേക്കാം. എന്നിരുന്നാലും നിങ്ങളുടെ തർക്കം പിന്നീട് പരിഹരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളുടെ പല വിഷയങ്ങളും ഈ ആഴ്ച നിങ്ങൾക്ക് മരുമക്കളുമായി പകർന്നു നൽകാൻ കഴിയും. ഇതുമൂലം നിങ്ങളുടെ ബന്ധം നിങ്ങൾക്ക് മെച്ചപ്പെടുത്താനും സാധിക്കും. നിങ്ങളുടെ പങ്കാളിയും ഇതിൽ വളരെ സന്തുഷ്ടരായി കാണപ്പെടും. വൃശ്ചിക രാശിക്കാർ, നിങ്ങളുടെ ആരോഗ്യ ജീവിതം അനുകൂലമായിരിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ വലിയ രോഗങ്ങളൊന്നും വരാനുള്ള സാധ്യത കാണുന്നില്ല. മെച്ചപ്പെട്ട ആരോഗ്യം ആസ്വദിക്കാനും വൈറ്റമിൻ സി അടങ്ങിയ ഭക്ഷണങ്ങൾ പതിവായി കഴിക്കാനും ശ്രമിക്കുക. ചന്ദ്രചിഹ്നം അനുസരിച്ച് വ്യാഴം 7ാം ഭാവത്തിൽ വരുന്നതിനാൽ ഭൂമി, പൂർവിക സ്വത്ത് എന്നിവ മൂലം നിങ്ങളുടെ വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ ആ പണം സമ്പാദിക്കുമ്പോൾ ഒരു നല്ല സ്കീമിൽ വീണ്ടും നിക്ഷേപിക്കാൻ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഈ ആഴ്ച നിങ്ങളുടെ കുടുംബജീവിതം കൂടുതൽ അനുകൂലമാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ മെച്ചപ്പെട്ട സ്ഥാനം നിങ്ങളുടെ കുടുംബജീവിതത്തിന് പതിവിലും മികച്ചതായ സന്ദർഭം ഉണ്ടാക്കുന്നു. ഈ സമയത്ത് കുടുംബത്തിലെ മിക്കവാറും എല്ലാ അംഗങ്ങളുടെയും പെരുമാറ്റം നല്ലതായി തുടരും. ഈ ആഴ്ച നിങ്ങളുടെ വിശ്വാസവും ബുദ്ധിയും ഉപയോഗിച്ച് എല്ലാ തടസ്സങ്ങളും ഇല്ലാതാക്കുന്നതിൽ നിങ്ങൾ വിജയിക്കും. നിങ്ങളുടെ ബന്ധത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന സാഹചര്യങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ആഴ്ച പല ബിസിനസ്സുകാർക്കും ഒരു ഉറ്റ ചങ്ങാതിയുടെയോ സുഹൃത്തിൻ്റെയോ സഹായത്തോടു കൂടി ഒരു നല്ല നിക്ഷേപം നടത്താൻ സാധിക്കും. ഈ ആഴ്ച വിദ്യാർത്ഥികൾക്ക് വളരെ വിജയകരമായ ഒരാഴ്ചയായിരിക്കും. മത്സര പരീക്ഷകളിൽ നിങ്ങൾക്ക് വിജയം ലഭിക്കും. ഒപ്പം നിങ്ങളുടെ മനോവീര്യം ഈ ആഴ്ച ഉയരും. ധനുരാശിക്കാർ, ചന്ദ്രചിഹ്നം അനുസരിച്ച് രാഹു 4ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച സ്വയം ആരോഗ്യത്തോടെയും ശാന്തതയോടെയും ഇരിക്കാൻ ശ്രമിക്കുക. ഈ ആഴ്ച നിങ്ങൾക്ക് വിചാരിച്ചത്ര നിക്ഷേപത്തിൽ നിന്ന് ലാഭമുണ്ടാകും. ഈ ആനുകൂല്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം സംതൃപ്തി നൽകും. അതിൻ്റെ സഹായത്തോടെ നിങ്ങളുടെ ബിസിനസ്സിൽ നിക്ഷേപിക്കാനും നിങ്ങൾക്ക് കഴിയും. നിങ്ങൾ ശരിയായ തന്ത്രം പാലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പണം ഇരട്ടിയാക്കാനും നിങ്ങൾക്ക് കഴിയും. ഈ ആഴ്ച കുടുംബത്തിൽ ചില ചെറിയ പ്രശ്നങ്ങൾ തുടരും. അത്തരമൊരു സാഹചര്യത്തിൽ കുടുംബ സമാധാനം നിലനിർത്താൻ നിങ്ങൾ ആവശ്യമായ ബന്ധം പുലർത്തേണ്ടതുണ്ട്. ഈ സമയത്ത് കുടുംബാംഗങ്ങളോട് എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ വളരെ ശ്രദ്ധാപൂർവം ഉപയോഗിക്കുക. ഈ ആഴ്ച നിങ്ങളുടെ ജോലിയിൽ ഉത്സാഹവും ഊർജവും നിങ്ങൾക്ക് അനുഭവപ്പെടുകയില്ല. ഇത് നിങ്ങളുടെ ജോലിയെ തന്നെ ബാധിച്ചേക്കാം. ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് പുസ്തകം വായിക്കുകയോ അല്ലെങ്കിൽ പാട്ട് കേൾക്കുകയോ ചെയ്ത് നിങ്ങളുടെ നഷ്ടപ്പെട്ട ഊർജവും ഉത്സാഹവും തിരിച്ചെടുക്കാൻ കഴിയുന്നതാണ്. ഈ ആഴ്ച ഉന്നത വിദ്യാഭ്യാസം നേടുന്ന വിദ്യാർത്ഥികൾ അനാവശ്യ സംശയങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്. നിങ്ങളുടെ പഠനത്തെക്കുറിച്ച് നിങ്ങളുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ പരിഹരിക്കുന്നതാണ് നല്ലത്. മകം രാശിക്കാർ, നിങ്ങളുടെ ആവശ്യം നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. അതിനാൽ ശക്തവും നേരായതുമായിരിക്കുക. നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് പെട്ടെന്നുള്ള തീരുമാനങ്ങൾ എടുക്കുകയും പരിണിത ഫലങ്ങൾ നേരിടാൻ തയ്യാറാകുകയും ചെയ്യുക.
ചന്ദ്രചിഹ്നം അനുസരിച്ച് കേതു 9-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങൾക്ക് മുൻ നിക്ഷേപത്തിൽ നിന്ന് നല്ല പണം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ ഒരു പുതിയ വാഹനം വാങ്ങാനുള്ള നിങ്ങളുടെ സ്വപ്നം പൂർത്തീകരിക്കും. എന്നാൽ എന്തെങ്കിലും വാങ്ങുമ്പോൾ നിങ്ങൾ വീട്ടിലെ മുതിർന്നവരോട് കൂടി ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ട്. സമൂഹത്തിൽ നിങ്ങളുടെ ബഹുമാനം ഉയരും. കൂടപ്പിറപ്പുകളുടെ ആരോഗ്യം ഈ സമയം കുറഞ്ഞെന്ന് വരാം. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ പണം ചിലവഴിക്കപ്പെടാം. ഈ സമയത്ത് നിങ്ങളുടെ കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതാണ്. ഇത് നിങ്ങളുടെ ബഹുമാനം ഉയർത്തും. ചന്ദ്രചിഹ്നം അനുസരിച്ച് രാഹു 3-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഇതിനകം ഒരു വിദേശ കമ്പനിയിൽ ജോലി ചെയ്യുന്ന രാശിക്കാർക്ക് ഈ ആഴ്ച ഒരു വലിയ പ്രൊമോഷൻ അല്ലെങ്കിൽ ആനുകൂല്യം ലഭിക്കാനുള്ള സാധ്യത കാണുന്നു. ജോലി സ്ഥലത്തെ നിങ്ങളുടെ മേലുദ്യോഗസ്ഥർ നിങ്ങളുടെ ജോലിയെ അഭിനന്ദിക്കുകയും ചെയ്യും. കുംഭം രാശിക്കാർ, ഈ ആഴ്ച നിങ്ങൾക്ക് ഭാഗ്യദിനങ്ങളായിരിക്കില്ല. അതിനാൽ ഈ സമയത്ത് നിങ്ങൾ പറഞ്ഞതെന്തും ചിന്തിച്ചുകൊണ്ട് സംസാരിക്കുക. കാരണം ഒരു ചെറിയ ചർച്ച ദിവസം മുഴുവൻ വലിച്ചിഴച്ച് ഒരു വലിയ വിവാദമായി മാറാനുള്ള സാധ്യത കാണുന്നു. ചന്ദ്രചിഹ്നം അനുസരിച്ച് രാഹു 2-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഇത് നിങ്ങളെ മാനസിക പിരിമുറുക്കത്തിലേക്ക് നയിച്ചേക്കാം. ഈ ആഴ്ച നിങ്ങൾക്ക് ധാരാളം നിക്ഷേപം ലഭിക്കും. നിരവധി അവസരങ്ങളും കൈവരും. എന്നാൽ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഓരോ നിക്ഷേപവും വിശദമായി പരിശോധിക്കുക. ഈ പദ്ധതികൾ സമഗ്രമായി പഠിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ പണം നിക്ഷേപിക്കാവുള്ളൂ. ഇത് അപകടങ്ങളിൽ നിന്ന് സ്വയം നിങ്ങളെ പരിരക്ഷിക്കും. ഈ ആഴ്ച നിങ്ങൾക്ക് ഒരു വലിയ തീരുമാനം എടുക്കേണ്ടതുണ്ട്. എന്തെങ്കിലും അന്തിമമായി തീരുമാനിക്കുന്നതിന് മുന്നേ തീർച്ചയായും നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ അഭിപ്രായം നേടേണ്ടതുണ്ട്. ഈ ആഴ്ച നിങ്ങൾക്ക് വളരെയധികം ചിലവ് വന്നേക്കാം. ഈ സമയത്ത് അമിതമായി സംസാരിക്കുന്നത് ഒഴിവാക്കുക. നിങ്ങൾ ഒരു വിദേശത്ത് പഠിക്കാൻ ശ്രമിക്കുന്നുവെങ്കിൽ ഈ ആഴ്ച ഗ്രഹങ്ങളുടെയും നക്ഷത്ര രാശികളുടെയും പ്രതികൂല അവസ്ഥ കാരണം നിങ്ങൾക്ക് കൂടുതൽ സമയം കാത്തിരിക്കേണ്ടി വന്നേക്കാം. മീനം രാശിക്കാർ, ഈ ആഴ്ച യോഗം, വ്യായാമം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് നിങ്ങളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തും. ഇതിനായി നല്ല ഭക്ഷണക്രമവും പാലിക്കേണ്ടതുണ്ട്. ചന്ദ്രചിഹ്നം അനുസരിച്ച് വ്യാഴം 3-ാം ഭാവത്തിൽ വരുന്നതിനാൽ ഈ ആഴ്ച നിങ്ങളുടെ സാമ്പത്തിക ജീവിതം മികച്ചതായേക്കാം. പ്രത്യേകിച്ചും ഈ കാലയളവിൽ ഗ്രഹങ്ങളുടെ സ്വാധീനം നിങ്ങൾക്ക് പണം സമ്പാദിക്കാനുള്ള നിരവധി അവസരങ്ങൾ ലഭിക്കും. നിങ്ങളുടെ പ്രതിച്ഛായയും ഉയരും. ഈ ആഴ്ച നിരവധി ഗ്രഹങ്ങളുടെ സംക്രമണത്തോടെ സന്തോഷം നിങ്ങളുടെ കുടുംബജീവിതത്തിലേക്ക് മടങ്ങും. എന്നിരുന്നാലും ഒരു വ്യക്തിയുടെ വിവാഹം അല്ലെങ്കിൽ കുട്ടിയുടെ ജനനത്തിന് സാധ്യത കാണുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ കുടുംബത്തോടൊപ്പം ഈ സന്തോഷം ആഘോഷിക്കുക. ഇതിനകം ഒരു വിദേശ കമ്പനിയിൽ ജോലി ചെയ്യുന്ന രാശിക്കാർക്ക് ഈ ആഴ്ച ഒരു പ്രൊമോഷൻ ലഭിക്കാനുള്ള സാധ്യതയും കാണുന്നു. ഈ സമയത്ത് നിങ്ങളുടെ മേലുദ്യോഗസ്ഥരുടെയും സഹപ്രവർത്തകരുടെയും പരിപൂർണ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കും. മത്സര പരീക്ഷകൾക്ക് തയ്യാറാകുന്നവർക്ക് ഈ സമയം കഠിനാധ്വാനം ചെയ്യേണ്ടതാണ്. ഈ സമയത്ത് നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ നല്ല ഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനായി ചില ചെറിയ തടസ്സങ്ങൾ തീർച്ചയായും ഉണ്ടായേക്കും. പക്ഷേ നിങ്ങളുടെ കഠിനാധ്വാനം തീർച്ചയായും ഫലം ചെയ്യും. ഇന്നത്തെ നക്ഷത്രവാരഫലം എന്ന പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. ഈ യാത്രയിൽ നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളുമായി പങ്കുവയ്ക്കാൻ മറക്കരുത്. നക്ഷത്രങ്ങൾ മാറും, ദിവസങ്ങൾ മാറും, പക്ഷേ നിങ്ങളുടെ ജീവിതത്തിന്റെ വഴികൾ എപ്പോഴും മനോഹരമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.